നമസ്കാരം, വിജയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ എത്തിയത്. മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ജനമനസ്സുകളെ വേദനിപ്പിച്ച ആ വ്യക്തി ഇപ്പോൾ യാദൃച്ഛികമായിട്ടാണ് തിരുവനന്തപുരത്ത് കണ്ടുമുട്ടിയത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, തിരുവനന്തപുരത്ത് വരാനുണ്ടായ കാര്യം എന്താണ്? ഞാൻ തിരുവനന്തപുരത്ത് വരാനുണ്ടായ കാര്യം, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയിട്ട് വരുക. ഇന്നലെ ഞാൻ അവിടെയായിരുന്നു കിടന്നത്. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലാണ് കിടന്നത്. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 2014 എനിക്ക് സൈക്കിളായിരുന്നു. ആ സൈക്കിളെ ഒട്ടി കോട്ടയത്ത് ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു 2014. അപ്പോൾ ആ സമയത്ത് ഞാൻ സൈക്കിളെ ഒട്ടി അവിടെ പോവുകയും 2 പോലീസുകാർ എന്നെ തടയുകയും ചെയ്തു. തടഞ്ഞപ്പോഴേക്കും ഉമ്മൻചാണ്ടി സാർ ഇത് കണ്ടിട്ട് കയറ്റി വിടാൻ പറഞ്ഞു. കയറ്റി വിട്ടു. എന്താ മക്കളെന്ന് ചോദിച്ചു. മക്കളെന്നെ വിളിച്ചിട്ടുള്ളൂ ഇതുവരെ. എടാ പോടാനൊന്നും എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ സാറ് എന്നെ മക്കളെ എന്നെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ചെന്ന് കണ്ടു. ഞാൻ കാര്യം പറഞ്ഞു. സാറേ, എനിക്കൊരു വണ്ടി മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ തന്നെ PA വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. PA അപേക്ഷ എഴുതി. ഞാൻ ഫുൾ അഡ്രസ്സ് കൊടുത്തു. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വണ്ടി വീട്ടിലെത്തിക്കഴിഞ്ഞു. അതാണ് ഉമ്മൻചാണ്ടി സാറ്. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ഒരാൾ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പോലെയൊന്നുമല്ല. വാക്ക് പറഞ്ഞാൽ വാക്കാത്. അതുപോലെ മകനും, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ഇലക്ഷന് മുമ്പ് എനിക്കൊരു വണ്ടി വാങ്ങിത്തന്നു, പുതിയ വണ്ടി. അതുമേലാണ് ഞാൻ 5 ദിവസം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവിനെ ഒന്ന് കാണണം. കാരണം ഒരു പാർട്ടിയല്ലേ, ആ പാർട്ടിയെ കൈവിടാൻ എനിക്ക് മനസ്സില്ല. പിണറായി വിജയൻ സാറിനെ പോലെയൊന്നുമല്ല. വാക്ക് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ വാക്കാ. ഇദ്ദേഹത്തെ കാണണമെങ്കിൽ തന്നെ 1000 കടമ്പകൾ കടക്കണം. ഇദ്ദേഹത്തെ കാണണമെങ്കിൽ, പിണറായി വിജയൻ സാറിനെ കാണണമെങ്കിൽ 1000 കടമ്പകൾ കടക്കണം. ഇതൊന്നും വേണ്ട. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കുന്ന എൻ്റെ സാറ്, ആ സാറിൻ്റെ മകനും അതുപോലെ തന്നെ ആയിരിക്കണം. ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ സാറിനെയും മുഖ്യമന്ത്രി ആക്കണം. അതിനുള്ള പ്രയത്നം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കിനി ഒന്നും നോക്കാനില്ല. സകല ക്ഷേത്രങ്ങളും സകല പള്ളികളും കയറി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദവി വരെ എത്തിക്കാം. പുതുപ്പള്ളിയിലെ ജനങ്ങൾ അങ്ങനെ കൈയൊഴിയൂല. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെ അങ്ങനെ കൈയൊഴിയൂല. പുതുപ്പള്ളിയിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയാണ് നടക്കണേ. ഞാനും എൻ്റെ കൂട്ടരും. എനിക്ക് കൂട്ടുകാരും ഇല്ലാത്തതാണ്. എന്നാലും പുതുപ്പള്ളിയിലെ ജനങ്ങൾ എന്നോടൊപ്പം, എൻ്റെ സാറിനോടൊപ്പം ഉണ്ട്. ചണ്ടി ഉമ്മൻ ജയിച്ചതിൻ്റെ അന്ന് സമൂഹ മാധ്യമങ്ങളെ ഒരുപക്ഷെ കരയിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു താങ്കൾ ആ കല്ലറയ്ക്കുമ്പോൾ കിടന്ന് കരഞ്ഞത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബമായിട്ടും അല്ലെങ്കിൽ ആ ഫാമിലിയായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്. 2014 ജനസമ്പർക്ക പരിപാടിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സാറിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം ഇതുവരെ ഇപ്പോൾ വരെ നീണ്ടു നിൽക്കുകയാണ്. ആ പരിചയം, അതായത് കല്ലറയെ കിടക്കുന്ന ഒരാളെ അഭികീർത്തിപ്പെടുത്താനും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. കല്ലറ പോലും സ്വസ്ഥത കൊടുക്കണില്ല ഉമ്മൻചാണ്ടി സാറിന്. പണ്ട് ഒരു സോളാർ കേസൊക്കെ വന്നില്ലേ, അതിൻ്റെ പേരിൽ അതിപ്പോഴും പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുക.
അതിൻ്റെ ന്യൂസ്. അപ്പോൾ കല്ലറയിൽ പോലും അദ്ദേഹത്തിന് സ്വസ്ഥത കൊടുക്കണില്ല ജനങ്ങൾ. എൻ്റെ സാറിനെ പറ്റി പറയുമ്പോൾ എനിക്കിത്തിരി ദണ്ണം ഉണ്ടാവും, ഞാൻ പ്രതികരിക്കും. പല രാഷ്ട്രീയ പാർട്ടികൾ ഭരണം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സാർ എന്ന മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോൾ ഒരുപാട് ജനങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞു. അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഒരു വാസ്തവം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിപ്പോഴും അദ്ദേഹം പുതുപ്പള്ളിക്കാർക്കും മരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, സ്ഥലത്തുണ്ട്. എൻ്റെ മനസ്സിൽ പരിപൂർണമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി സാറിനെ അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാനും പറ്റിയാലേ ചാവുകയില്ല. എൻ്റെ സാറിനെ ആര് കൊന്നാലും അതെ ചാകിയല്ല. തല്ലിക്കൊന്നാൽ പോലും ചാകാത്ത ഒരു മനസ്സാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ. ഉമ്മൻചാണ്ടി സാർ കാഴ്ചവെച്ച അതേ ഭരണം അദ്ദേഹത്തിൻ്റെ മകനും അതേപോലെ ജനമനസ്സുകളെ കീഴടക്കും തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും കീഴടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ചവിട്ടി താഴെ ഇറക്കിയിട്ടാണെങ്കിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ മുഖ്യമന്ത്രിയായി തീരും. അത് ഞാൻ വിശ്വസിക്കുന്ന ഭഗവാനും മുത്തിയമ്മയുണ്ട്, പുതുപ്പള്ളി പുണ്യാളനുണ്ട്. പുതുപ്പള്ളി പുണ്യാളന് ശക്തി ഉണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. ആ ഇലക്ഷൻ കഴിഞ്ഞാലും മുഖ്യമന്ത്രി പദവി ചാണ്ടി ഉമ്മൻ സാറിന് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. ഈ വണ്ടി ഇലക്ഷന് മുമ്പ്, പുതുപ്പള്ളിയിലെ ഇലക്ഷന് മുമ്പ് എനിക്ക് ചാണ്ടി ഉമ്മൻ സാറ് വാങ്ങിത്തന്ന വണ്ടിയാണ്. അതിനോട് അദ്ദേഹത്തോടും അദ്ദേഹത്തെ കുടുംബത്തെയും സർവശക്തനായ പുതുപ്പള്ളിയിലെ പുണ്യാളെ അനുഗ്രഹിക്കട്ടെ. ഉമ്മൻചാണ്ടി സാർ മരിച്ചു എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാത തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും വരുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ജനങ്ങളും. തിരുവനന്തപുരത്ത് നിന്നും വിജയ് ന്യൂസ്.